അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഉസ്താദ് പറഞ്ഞത് ഭക്ഷണത്തിനെ ടാലിയാക്കിയും കൊണ്ട് സാധാരണക്കാർ ഇബാദത്ത് എടുക്കുന്നില്ല എന്നാണ്. സാധാരണക്കാർ ഇബാദത്ത് എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമസ്കരിച്ച പാട് അവർ എണീച്ച് പോകുന്നു. ദിക്റുമില്ല, തസ്ബീഹുമില്ല, ദുആയുമില്ല, നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള ഒരു കാര്യവും ഇല്ല എന്നാണ് അർത്ഥം. കഴിഞ്ഞ വീഡിയോ കണ്ടില്ലെങ്കിൽ അത് കാണുക സഹോദരന്മാരെ. അതെല്ലാം ചെയ്ത് ഇബാദത്ത് അള്ളാഹു കൽപ്പിച്ച പ്രകാരം എല്ലാ ഇബാദത്തുകളും ഫറളും സുന്നത്തും ദിക്റും തസ്ബീഹും സ്വലാത്തും എല്ലാം ചെയ്തുകൊണ്ട് നിങ്ങൾ എന്നല്ല ഞാൻ ഉൾപ്പെടെ കച്ചവടം ചെയ്യുന്ന സാധാരണക്കാരും അതുപോലെ ബിസിനസ് ചെയ്യുന്ന സാധാരണക്കാരും, ബിസിനസ് ചെറുതാകട്ടെ വലുതാകട്ടെ എല്ലാം സമമാണ്. അവന് ഒരു ദിവസത്തിലുള്ള എല്ലാ സമയവും അതിന് ആവശ്യമാണ്. ജോലി ചെയ്യുന്നവരെക്കാൾ കൂടുതൽ സമയം കച്ചവടം ചെയ്യുന്നവർക്കാണ് യൂസ് ചെയ്യാറുള്ളത്. കച്ചവടം ചെയ്യുന്നവർ അതിൽ തന്നെ ഉറക്ക് പൊടിച്ചത് മുതൽ സുബഹി നമ്മൾ നമസ്കരിക്കാൻ എണീക്കുന്നത് വരെ, അതല്ലെങ്കിൽ തഹജ്ജുദ് നമസ്കരിക്കാൻ എണീക്കുന്നത് വരെ ഉള്ള ഉറക്ക് അല്ലാത്ത സമയത്ത് ആ ഉറക്കിൽ പോലും സ്വപ്നം കാണാറുണ്ട് ഈ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ. ജോലിക്കാർ അവരുടെ സിസ്റ്റം വേറെയാണ്. 8 മണിക്കൂറോ 10 മണിക്കൂറോ ജോലി ആയിരിക്കും. അതിൻ്റെ ശേഷം അവർ ഫ്രീ ആയിരിക്കും. അവർക്ക് ഇന്ന ജോലി എന്ന് ഫിക്സ് ആയിരിക്കും. അത്തരക്കാർക്ക് ഇബാദത്ത് എടുക്കാൻ ബുദ്ധിമുട്ടില്ല. ഇവിടെ സാധാരണക്കാരെ കുറിച്ചാണ് ആ ഉസ്താദ് പറഞ്ഞത്. ഇബാദത്ത് പൂർത്തിയാകുന്നില്ല എന്നാണ്. അതുകൊണ്ട് ഈ സാധാരണക്കാരായ ബിസിനസ്സുകാർ, നമ്മളെ പോലെയുള്ള ബിസിനസ് ചെയ്യുന്നവർ, അതെല്ലാം അദ്ദേഹം ഉദ്ദേശിച്ചതുപോലെ അള്ളാഹു പറഞ്ഞതുപോലെ എല്ലാ കാര്യവും എല്ലാ ഇബാദത്തും ചെയ്തുകൊണ്ട് നമ്മൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അത് എത്രയാണ് അതിൻ്റെ പ്രതിഫലം എന്ന് കണക്കാക്കാൻ കഴിയാത്തത്ര പ്രതിഫലമാണ് സഹോദരന്മാരെ. നല്ല പോലെ മനസ്സിലാക്കണം. ഒരു ആലിമിന് കിട്ടുന്നതോ ഒരു തങ്ങൾക്ക് കിട്ടുന്നതോ ഒരു ഔലിയാക്ക് കിട്ടുന്നതോ പ്രതിഫലമല്ല ഈ സാധാരണക്കാരന് കിട്ടുന്നത്. കാരണം ഇതെല്ലാം ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് അവൻ്റെ ബിസിനസ്സിനെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ, ഉദാഹരണക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ഷാഫി ഹാജി എന്ന് പറയുന്ന ഒരു ഹാജാറുണ്ടായിരുന്നു. അദ്ദേഹം റെഗുലർ എല്ലാ സമയത്തും അദ്ദേഹമാണ് പള്ളിയുടെ പ്രസിഡന്റ്. കാരണം അദ്ദേഹത്തിൻ്റെ കൃത്യനിഷ്ഠത, അദ്ദേഹത്തിൻ്റെ ഒരു നിയ്യത്ത്, അതുപോലെയുള്ള പള്ളിയുടെ കാര്യവും അദ്ദേഹത്തിൻ്റെ ജോലിയും അദ്ദേഹത്തിൻ്റെ ബിസിനസ്സും എല്ലാം ചെയ്യുന്നത് നല്ല കൃത്യനിഷ്ഠയോടുകൂടെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അവിടെ എല്ലാ സമയത്തും പുത്തൂരിൽ, ഇപ്പോൾ മരണപ്പെട്ട് കുറച്ച് വർഷങ്ങളായി, അദ്ദേഹമാണ് ഷാഫി ഹാജി എന്ന് പറഞ്ഞാൽ പുത്തൂരിൽ അറിയാത്തവരില്ല. അദ്ദേഹമാണ് പ്രസിഡന്റ്. ആ ബിസിനസ്സിനെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോയി നല്ല രീതിയിൽ കൃത്യനിഷ്ഠയോടുകൂടെ പള്ളിയുടെ കാര്യം, അവിടെ മുത്താലിമുകൾ എന്ത് ചെയ്യുന്നു, ഉസ്താദന്മാർ വന്നിട്ടുണ്ട് ഇല്ല, എല്ലാം ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സോടുകൂടെ എല്ലാം അദ്ദേഹം ചെയ്യുന്ന ഒരു ആളായിരുന്നു. അതുപോലെയാണ് വേണ്ടത് ബിസിനസ്സുകാർ. ഉദാഹരണക്കാണ് ഷാഫി ഹാജറെ ഞാൻ പറഞ്ഞത്. അതുപോലെ ചെയ്യുകയാണെങ്കിൽ ആ ഷാഫി ഹാജർ മരണപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് കിട്ടിയ പ്രതിഫലം അത് തന്നെയാണ് നമുക്കും എല്ലാവർക്കും കിട്ടുന്നത്. അദ്ദേഹത്തിന് കിട്ടിയ പ്രതിഫലം ഒരു തങ്ങൾക്കോ ഒരു ആലിമിനോ ഒരു പണ്ഡിതനോ ആർക്കും കിട്ടിയ പ്രതിഫലമല്ല സഹോദരന്മാരെ. കിട്ടുന്നത് ഒരുപാട് പ്രതിഫലമാണ്. ഒരു ചോദ്യവുമില്ലാതെ അവൻ സ്വർഗത്തിൽ കടക്കും. കാരണം അവൻ ചെയ്യുന്ന ഈ ബിസിനസ് എന്തിനാണ് ചെയ്യുന്നത്? അവൻ്റെ ഭാര്യ, മക്കള്, കുടുംബം, അതുപോലെ വരുന്ന പിരിവുകാർ, സ്വന്തം പള്ളി, അതുപോലെ ജമാഅത്ത്, അതുപോലെ സ്ഥാപനങ്ങൾ, പിരിവിന് വരുന്ന ഒരുപാട് ആൾക്കാർ, അതുപോലെ യാചിച്ച് വരുന്നവർ, അതുപോലെ
കല്യാണത്തിൻ്റെ കാര്യമോ അതല്ലെങ്കിൽ പള്ളിയുടെ കാര്യമോ അങ്ങനെ വിരിക്കാൻ വരുന്നവരും ഇതുപോലെയുള്ള ഒരുപാട് ആൾക്കാരെ അവൻ മൈൻഡിൽ വെച്ച് വരുന്നവരെ അവൻ്റെ കയ്യിൽ ഉള്ളത് കൊടുത്ത് അവന് ഇതിനെല്ലാം കെട്ടിപ്പെടുത്തിയും കൊണ്ട് അവന് കച്ചവടം ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇബാദത്ത് എടുത്തുകൊണ്ടേ അവൻ മുമ്പോട്ട് പോവുകയാണെങ്കിൽ അവന് കിട്ടുന്ന പ്രതിഫലം അതിനെ പറയാൻ കഴിയാത്തത്ര, അതിനെ മട്ടമാക്കാൻ കഴിയാത്തത്ര പ്രതിഫലമാണ്. ഒരു ആലിമിനോ ഒരു പണ്ഡിതനോ ഒരു തങ്ങൾക്കോ കിട്ടുന്ന പ്രതിഫലമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ സമയത്തും അവന് പള്ളിയെ ഓർക്കണം, ഉസ്താദിനെ പോലും ഓർക്കണം, കുടുംബത്തിനെല്ലാം ഓർത്തതിന് ശേഷം സ്വന്തം ജമാഅത്തിൻ്റെ പള്ളിയെ ഓർക്കണം, ജമാഅത്തിൻ്റെ ഉസ്താദിനെ ഓർക്കണം, ഉസ്താദിന് ഭക്ഷണം എത്തിയോ ഇല്ലയോ എന്ന് പോലും ഓർക്കണം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട എല്ലാ പണ്ഡിതന്മാരും ദുആ ചെയ്യേണ്ടത് സാധാരണക്കാർക്കാണ്. അവരിൽ നിന്ന് എന്തെങ്കിലും തെറ്റോ കുറ്റമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ വിട്ടുപൊറുക്കാൻ നിങ്ങൾ എല്ലാ സമയത്തും നിങ്ങൾ സാധാരണക്കാർക്ക് നിങ്ങൾ ദുആ ചെയ്യേണ്ടതാണ്. എൻ്റെ ഉസ്താദന്മാരെ, പണ്ഡിതന്മാരെ, ആലിമീങ്ങളെ, നിങ്ങൾ ഒരു ദുആ ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് മേടിക്കാനല്ല, നിങ്ങൾ എല്ലാ രീതിയിലും എല്ലാ സാധാരണക്കാരും നിങ്ങളെ കണക്കിലെടുക്കുന്നു. നിങ്ങൾക്ക് സമയത്ത് നിങ്ങൾക്ക് ഭക്ഷണവും നിങ്ങളുടെ എല്ലാ ജീവിത കാര്യങ്ങളും അവരുടെ കയ്യിലാണ്. അവർ എല്ലാം ചെയ്തു പോകുന്നു. ഈ നാട്ടിൽ ഇവരാണെങ്കിൽ മറ്റേ നാട്ടിൽ അവർ ആരെയാണെങ്കിലും, ഏത് ഉസ്താദിനെ ആണെങ്കിലും ഏത് സാധാരണക്കാരനാണെങ്കിലും എല്ലാവരും ഇത് അവൻ്റെ മൈൻഡിലുണ്ടാകും. അവൻ്റെ തലച്ചോറ് അത് തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ പ്രതിഫലം പിന്നെ ആ ഉസ്താദ് പറഞ്ഞത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഭക്ഷണത്തെ ഒരു ടാലി ചെയ്തുകൊണ്ട് ഒരു അച്ചാറോ ഒരു മീൻ കറിയോ അതല്ലെങ്കിൽ കോഴിക്കറിയോ അതല്ലെങ്കിൽ കബാബ് ഏതാണ് എല്ലാം അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകാം. അത് എല്ലാം ഉണ്ടെങ്കിൽ തന്നെയാണ് ഭക്ഷണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ശരിയാണെങ്കിലും ഭക്ഷണത്തിന് അദ്ദേഹം ടാലി ചെയ്ത് പറഞ്ഞത് അത്ര ശരിയായില്ല എന്ന് ഞാൻ പറയാൻ കാരണം എല്ലാവർക്കും ഭക്ഷണമില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. ചിലർക്ക് ഭക്ഷണമേ ഇല്ല, കഴിക്കാൻ ഭക്ഷണമേ ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അത് ആരും ഇവിടെ പ്രധാനമന്ത്രിയും അറിയുന്നില്ല എന്ന് അറിയാത്ത വിധം നടിക്കുന്നതാണ്. ഓരോ പഞ്ചായത്തിലുള്ള ലെവൽക്കാരും അറിയുന്നില്ല. അതുപോലെ നമ്മുടെ ജമാഅത്തിൽ ആർക്കെല്ലാം ഭക്ഷണമുണ്ട്, ആരെല്ലാം കഴിക്കുന്നു ശരിയായ രീതിയിൽ എന്ന് പോലും ജമാഅത്തിൻ്റെ നേതാക്കളോ ജമാഅത്ത് കമ്മിറ്റിയുടെ നേതാക്കളോ അതല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന ഉസ്താദോ ശരിയായ ഭക്ഷണം എത്താത്ത വീടിനെ ക്യാൻസൽ ചെയ്യാനാണ് പറയുന്നത്. അതുപോലും എനിക്ക് വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് അത് പറയാൻ പോലും. ശരിയായ ഭക്ഷണം ശരിയായ രീതിയിൽ അവർക്ക് ചെയ്യാൻ കഴിയാത്ത വളരെ പാവങ്ങളാണ്. അത്ര വീട്ടിൻ്റെ ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞ് തിരസ്കരിക്കുന്നതായിരിക്കുന്ന കാര്യവും പോലും നടക്കുന്നുണ്ട് എന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് എല്ലാവർക്കും ഭക്ഷണമില്ല, അതുകൊണ്ട് ആ ഭക്ഷണത്തെ നല്ല നല്ല വിഭവങ്ങളെ പറഞ്ഞും കൊണ്ട് കൊതിപ്പിക്കരുതേ എന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇതെല്ലാം നല്ല മട്ടം പോലെ നിങ്ങൾ ഇബാദത്ത് നിങ്ങൾ എന്നല്ല ഞാനും ഉൾപ്പെടെ എല്ലാവരും ഇബാദത്തെടുത്തുകൊണ്ട് ഈ കച്ചവടം ചെയ്തു പോയാൽ, കച്ചവടം ഇതെല്ലാം നിയന്ത്രിച്ച് കൊണ്ടുപോയാൽ നമുക്ക് വളരെ വേറെ പ്രതിഫലമുള്ള കാര്യമാണ്, ഭയങ്കര പ്രതിഫലമാണ്. അതിൽ എന്തെങ്കിലും നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് വണ്ടിയിൽ പോകുന്ന സമയത്ത് ദിക്റോ തസ്ബീഹോ എന്ന് അള്ളാഹുവിനെ വിളിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തുകൊണ്ട് പറഞ്ഞുകൊണ്ട് സ്വലാത്ത് എല്ലാം പറഞ്ഞുകൊണ്ടേ നമ്മുടെ ജോലി ചെയ്യുകയോ ഡ്രൈവിംഗ് ചെയ്യുകയോ സാധനം എത്തിക്കുകയോ അങ്ങോട്ടോ ഇങ്ങോട്ടോ എല്ലാം മറ്റുള്ളവരോട് സംസാരിക്കുന്ന ഇടയ്ക്ക് നമ്മളെല്ലാം ചെയ്യണം. ഇരുന്ന് അവിടെ നമസ്കരിച്ച പാട് ഓടിപ്പോകുന്നവരെ പറ്റിയാണ് ഉസ്താദ് പറഞ്ഞത്. അതും ഞാൻ നിങ്ങൾക്ക് അവസാനം കാണിക്കാം. അത് നിങ്ങൾ കാണാത്തവർ ഉണ്ടാകാം. അതുകൊണ്ട് സലാം പറഞ്ഞതിൻ്റെ ശേഷം അവസാനം ആ ഉസ്താദ് എന്താണ് പറഞ്ഞത് എന്ന് പോലും ഇതേ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം, കേൾക്കാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉച്ചയ്ക്ക് ഒരു ഭക്ഷണം കഴിക്കാനിരുന്നു. ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ചോറ് ഫറളാണ്. ചോറെന്താണ്? ഫറളാണ്. ഒരു മീൻ കറി ഒരു മുഅക്കദായ സുന്നത്താണ്. ഒരു ഇറച്ചിൻ്റെ കറി ഒരു മുഅക്കദായ സുന്നത്താണ്. 2 സുന്നത്ത്. പിന്നെ എന്തെങ്കിലും ഒരു വറുത്തത് ഒരു തസ്ബീഹാൻ. പിന്നെ എന്തെങ്കിലും ഒരു പൊരിച്ചത് അതൊരു തഹ്മീദാണ്. പിന്നെ എന്താണ്?
പിന്നെ എന്തെങ്കിലും ഒരു അച്ചാർ, അതെന്താണ്? ഒരു തക്ബീറാണ്. ഒരു പപ്പടം കൂടി ഉണ്ടായ ആ ഫുള്ളൽ ദിക്ർ ആണോ അല്ലേ? അപ്പൊ നിങ്ങൾ നോക്ക്, ഞാൻ ഇന്ന് വീട്ടിലേക്ക് ചെല്ലുമ്പോ, ഞാൻ എന്റെ വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യ ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എന്ത് മാത്രം? ചോറ് മാത്രം. അപ്പൊ അവളോട് ഞാൻ ചോദിച്ചു, എടോ ബാക്കിയല്ല ഇവിടെ, ഇന്ന് ഫറള് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഞാനല്ല, നിങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാവും? ഇന്ന് ഫറള് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തൃപ്തിയാവും? പിന്നെ തൃപ്തിയല്ല, കുരുമാരി നടക്കൂലേ? എന്നാ പിന്നെ ശ്രദ്ധിച്ചോ, നമ്മുടെ ളുഹ്ർ 4 റക്അത്ത്, അത് മെയിൻ ഭക്ഷണമാണ്. 2 റക്അത്ത് മുമ്പ് ഒരു മീൻകറി, 2 റക്അത്ത് ശേഷം ഒരു ഇറച്ചിക്കറി, 2 മുഅക്കദായ സുന്നത്ത്. അത് 4 ആയ വിശേഷമായി. അൽഹംദുലില്ലാഹ്. ഇന്ന് ഞാൻ ഇവിടെ ഭക്ഷണത്തിന് ഇപ്പൊ നാടൻ കൊയ്യാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ ഒരു ഉഷാറായ, അപ്പൊ അപ്പുറം സുന്നത്ത് ഇപ്പുറം സുന്നത്ത്, മുഅക്കദായ റക്അത്ത്. നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ തന്നെ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് ഒരു വറുത്തത്, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് ഒരു പൊരിച്ചത്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഒരു അച്ചാറും കൂടി ഉണ്ടായ ഒരു ഉപ്പിലിട്ടത്, അഫ്ളൽ ദിക്ർ പപ്പടം പൊരിച്ചതായി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ ആ ഭക്ഷണം കാണാൻ തന്നെ എന്താ രസം, അത് കഴിക്കാൻ എന്താണ്